കൈവച്ചു, ഞങ്ങളുടെ സഖാവിന്റെ മേത്ത് കൈവച്ചു, ഞങ്ങളുടെ സുക്കൂർഖാന്റെ മേലെ കൈവച്ചു. ഞങ്ങൾക്ക് തിരിച്ചടിക്കാറുണ്ട്, നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങളുടെ സഖാവിന് കൈവെക്കേണ്ട ആവശ്യമില്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം ഞങ്ങളുടെ സഖാവിന്റെ മേത്ത് കൈവച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ രാഹുൽ വന്ന് 23-ാം തീയതി കാണാനാണ്. ഞങ്ങൾക്ക് ഒരു വർഗീയവാദിലോട്ടും വേണ്ട. ഞങ്ങൾ തോറ്റാൽ ഞങ്ങൾ അന്തസ്സോടെ ഇരിക്കും. ഒരു വർഗീയവാദിലോട്ട് ഞങ്ങൾക്ക് വേണ്ട. അവരിപ്പോ വെല്ലുവിളിച്ചിട്ട് പോവുകയാണ്. രാഹുൽ മാങ്കുട്ടിയിൽ വെല്ലുവിളിച്ചിട്ട് പോകുന്നത് 23-ാം തീയതി കാണാൻ. ഞങ്ങൾ തോറ്റാലും വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ആ വെല്ലുവിളി ഞങ്ങളുടെ മറുപടി 23-ാം തീയതി കിട്ടും. നിയമവിരുദ്ധമായിട്ടില്ലല്ലോ. ഇവിടെ ബാക്കി കാൻഡിഡേറ്റുകൾ വന്നില്ലേ? ബാക്കി കാൻഡിഡേറ്റ് വന്നില്ലേ? അല്ല, ബാക്കി കാൻഡിഡേറ്റ് വന്നപ്പോ ഞങ്ങൾ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കി. നിയമം എല്ലാവർക്കും ഒരുപോലെ. ഇന്ന് അവരെ ക്ലിയർ ചെയ്യും. അവരെന്താ ക്ലിയർ ചെയ്തത്? അവരെ സ്ഥാനാർത്ഥി വന്നോട്ടെ. ബൂത്തിൽ കയറിയത് പ്രശ്നമാക്കുകയാണ്. ബോധപൂർവം ഞാൻ പറയാം. അതായത് രാവിലെ മുതൽ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും എല്ലാ സ്ഥാനാർത്ഥികളും പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ മറ്റ് സ്ഥാനാർത്ഥികളെ പോളിംഗ് സ്റ്റേഷൻ കണ്ടിരുന്നല്ലോ. മറ്റ് സ്ഥാനാർത്ഥികൾ പോളിംഗ് സ്റ്റേഷനകത്ത് കയറുന്ന കണ്ടില്ലേ? ഒന്നതൊരു ജനാധിപത്യപരമായ അവകാശമാണ്. അപ്പൊ അനാവശ്യമായി പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ഒന്നിച്ചു നിൽക്കുകയാണ്. ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥി ഒന്നും പ്രശ്നമില്ല, ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി ഒന്നും പ്രശ്നമില്ല. അപ്പൊ UDFന്റെ സ്ഥാനാർത്ഥി വരുമ്പോൾ മാത്രം രണ്ടുപേരും കൂടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരാക്ഷേപമില്ല. സ്ഥാനാർത്ഥി നിൽക്കാൻ പാടില്ല, അതാണ് ആക്ഷേപം. പോലീസ് പറയുന്നത് സ്ഥാനാർത്ഥിക്ക് ഇവിടെ നിൽക്കാം എന്ന് പോലീസ് പറയുന്നു. അതായത് മറ്റ് പാർട്ടിക്കാർ ഇവിടെ നിൽക്കുകയാണല്ലോ വോട്ടർമാര്. അതുപോലെ ഇവിടെ വോട്ടർമാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ വോട്ടർമാരുമായിട്ടല്ല ഞാൻ വന്നത്. ആരോടെങ്കിലും വോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാധ്യമങ്ങൾ നിൽക്കുകയല്ലേ? ആരോടെങ്കിലും വോട്ട് അഭ്യർത്ഥിച്ചായിട്ട് കാണിയത്? മറ്റ് സ്ഥാനാർത്ഥികളൊന്നും വോട്ട് ചോദിച്ചില്ല. താങ്കൾ ബൂത്തിൽ കയറി വോട്ട് ചോദിച്ചില്ല. ഇത് ക്യാമറ നോക്കുമ്പോ അറിയാലോ. ക്യാമറയിൽ പരിശോധിക്കും. അല്ല CI ഒരു കാര്യം പറയട്ടെ. CI എന്നോട് പോകാൻ പറയുമ്പോ അത് പൊതു തീരുമാനമാണോ? പൊതു തീരുമാനമാണോ? മറ്റ് സ്ഥാനാർത്ഥികൾ വരുന്നിടത്തൊക്കെ തടഞ്ഞോട്ടെ. മറ്റ് സ്ഥാനാർത്ഥികൾ വരുന്ന ബൂത്തുകൾ തടയാമോ?